ഹായ്, ഇന്ന് ഞാൻ വെറൈറ്റി ഡിഷായിട്ട് വന്നിരിക്കുന്നു കേട്ടോ. വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ചോളപ്പൊടി വെച്ചിട്ടുള്ള പിട്ടുണ്ടാക്കുകയാണ്. പിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത്, പുട്ടല്ല. പുട്ടാകുമ്പോൾ നമ്മൾ കുമ്പം വെച്ച് അത് വെച്ച് കുറേ നേരം വേണ്ട. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാം. ചോളപ്പൊടി വെച്ച് കുഴയ്ക്കുമ്പോൾ നമ്മൾക്ക് കുഴഞ്ഞു പോകാതിരിക്കാൻ കുറച്ച് അരിപ്പൊടിയുടെ പുട്ടുപൊടിയുടെ അരിയുടെ പുട്ടുപൊടി അതും കൂടി യോജിപ്പിച്ച് ഉപ്പും വെള്ളവും കൂടി യോജിപ്പിച്ച് വെച്ചിട്ട് നാളികേരം ജീരകം കൂടി വീണ്ടും യോജിപ്പിക്കുക. ആവിപ്പാത്രത്തിൽ ആവി വരുത്തുക. 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. പിന്നെ മൂടി വെച്ച് 5 മിനിറ്റ് തന്നെ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ പിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഹെൽത്തി പിട്ട്. അതിന് അതിലേക്കുള്ള കറി നമുക്ക് നോക്കാം. മട്ടനാണ് ഞാൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. 1 കിലോ മട്ടനിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും വെച്ച് തിരുമ്മി മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എല്ലാം കൂടി ചതച്ച് അതിൽ വീണ്ടും തിരുമ്മി വയ്ക്കുക. അതിൻ്റെ കൂടെ കായും ഉരുളക്കിഴങ്ങും ഞാൻ ഇട്ടിട്ടുണ്ട്. നെയ്യ് കഷ്ണത്തിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടി അവിടെ തിരുമ്മി വീണ്ടും വയ്ക്കുക. എന്നിട്ട് അതിലേക്കുള്ള പൊടികൾ തയ്യാറാക്കാം. പൊടികളെന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഉള്ളൂ. അത് നല്ല പോലെ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കാണ്ട് നല്ല പോലെ ബ്രൗൺ കളറിനേക്കാൾ ഇത്തിരി കൂടി കൂടിയാലും കുഴപ്പമില്ല, അങ്ങനെ വറുക്കുക. അതും കൂടി എല്ലാം മട്ടനിലും കഷ്ണത്തിലും തിരുമ്മി വയ്ക്കുക. വേണമെങ്കിൽ 5 മിനിറ്റ് വയ്ക്കാം, അല്ലെങ്കിൽ അപ്പം തന്നെ കുക്കറിൽ 3 വിസിൽ വെച്ച് വേവിക്കുക. 3 വിസിൽ വെച്ച് ഫുള്ള് വിസിൽ എയർ പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ മട്ടൻ ഒന്നുണ്ടാവും. അതിലേക്ക് നമ്മൾ പെരുംജീരകപ്പൊടി ഒരു 3 ടീസ്പൂണോളം പെരുംജീരകപ്പൊടി ഇടണം. അത് ഞാൻ ഇതിൽ കാണിക്കാൻ മറന്നു. അത് മെയിനായിട്ടുള്ളതാട്ടോ. അത് വീണ്ടും അത് ഇളക്കി വെച്ച് അതിലേക്ക് കുഞ്ഞുള്ളി കറിവേപ്പിലയും കൂടി കാച്ചി മട്ടനിലേക്ക് ഒഴിക്കുക. മട്ടൻ കറി റെഡി. മട്ടൻ കറി ഉണ്ടാക്കാനും ഈ പിട്ടുണ്ടാക്കാനും വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു. നല്ല കോമ്പിനേഷനാണ് രണ്ടും. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക. എല്ലാവരും കഴിക്കുക. നല്ല ഹെൽത്തി ഫുഡാണ് രണ്ടും. അപ്പോൾ ബൈ.